ഓം ശാന്തി. സെക്കൻഡിൽ സർവസങ്കൽപ്പങ്ങളുടെ മേലെ ബിന്ദു ചേർത്ത് ഞാൻ ബിന്ദുവാണെന്ന സങ്കല്പത്തിൽ സ്ഥിതമാകുന്നു. ഞാൻ ശുദ്ധ സങ്കല്പധാരി, അജൽ, അഡോൾ, ബിന്ദു രൂപ ആത്മാവാണ്. ഞാൻ എൻ്റെ അടുത്തുള്ള സർവസംബന്ധികളെയും സാധ്വികളെയും ബിന്ദു രൂപത്തിൽ കാണുന്നു. വിശ്വത്തിലെ അനേക ബിന്ദു രൂപാത്മാക്കളെ കാണുകയാണ്. ഞാൻ ബാപ്പ് സമാനം വിശ്വസേവാധാരിയാകുന്നു. ഇപ്പോൾ ബാപ്പ് സമാനം വിശ്വസേവക രൂപത്തിൽ സ്ഥിതി ചെയ്ത് ഞാൻ മുഴുവൻ വിശ്വത്തെയും കാണുന്നു. വിശ്വത്തിൽ മുഴുവനും എന്തെങ്കിലും ഒരു കാരണത്താൽ ദുഃഖമാണ്. അനേക ഭക്താത്മാക്കൾ ദുഃഖി, അശാന്തരാണ്. പൂർവജ ആത്മാക്കളെ വിളിച്ചു പറയുന്നു, അല്പസമയത്തേക്കെങ്കിലും ശാന്തി നൽകൂ, സുഖത്തിൻ്റെ അഞ്ജലി നൽകൂ, ദയ കാണിക്കൂ, ഞങ്ങളെ ഈ ദുഃഖങ്ങളിൽ നിന്നും രക്ഷിക്കൂ. ഇപ്പോൾ തൻ്റെ ദയാഹൃദയ രൂപം ധാരണ ചെയ്ത് ദുഃഖഹർത്ത സുഖകർത്താവായി ദുഃഖി അശാന്തി ആത്മാക്കളെ എൻ്റെ മുന്നിൽ ഇമോർജ് ചെയ്യുന്നു. ഞാൻ അവരുടെ ശബ്ദം കേൾക്കുന്നു. മനസ്സാശക്തിയിലൂടെ ആത്മാക്കളിലേക്ക് സുഖശാന്തിയുടെ കിരണങ്ങൾ എത്തിക്കുന്നു. ദയാഹൃദയായി ശക്തിശാലി മനസ്സിലൂടെ വിശ്വത്തിലെ ആത്മാക്കൾക്ക് സുഖശാന്തിയുടെ അഞ്ജലി നൽകുന്നു. ഞാൻ അനുഭവം ചെയ്യുന്നു, ഞാൻ ആത്മാവിൽ നിന്നും സുഖശാന്തി കിരണങ്ങൾ വിശ്വത്തിലെ ദുഃഖി അശാന്താത്മാക്കളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കിരണങ്ങൾ പ്രാപിച്ച് വിശ്വത്തിലെ ആത്മാക്കൾ ദുഃഖാശാന്തിയിൽ നിന്നും മുക്തമാകുന്നു. ശ്രേഷ്ഠ ബ്രാഹ്മണ ആത്മാക്കളുടെ പവർഫുൾ സങ്കല്പങ്ങളിലൂടെ വിശ്വപരിവർത്തനം നടക്കുകയാണ്. വിശ്വത്തിലെ ഭയാനക അന്ധകാര രാത്രി പൂർണ്ണമാകുകയാണ്. ബ്രഹ്മാവിൻ്റെ പകലിൻ്റെ ആരംഭം കുറിക്കുന്നു. ദുഃഖാശാന്തി സമാപ്തമായി വിശ്വത്തിൽ സുഖശാന്തി സ്ഥാപിതമാകുന്നു. ഈ സേവനം ചെയ്ത് വളരെ കാലം തീവ്ര പുരുഷാർത്ഥം ചെയ്ത് എവിടെയായിരുന്നാൽ മാലയിലെ മണിയായി മാറുന്നു. ഓരോ കുട്ടിയുടെയും നെറ്റിയിൽ സ്നേഹത്തിൻ്റെ തിരമാലകൾ ഒഴുകുന്നു. ബാബയോടൊപ്പം ഞാനും വിശ്വസേവകനാണ്. ഇടയ്ക്കിടെ മനസാസേവനം ചെയ്യുന്നതിലൂടെ മായയുടെ വ്യർത്ഥമായ ചിന്തകളിൽ നിന്നും രക്ഷപ്പെടുന്നു. ഈ പരിശീലനം വളർത്തിയെടുക്കുകയാണെങ്കിൽ വിജയമാലയിലെ മണിയാകുന്നു. ബാപ്പ് ദാദ ദിവസവും അമൃതവേളയിൽ തൻ്റെ മാലയിലെ മണികളെ നോക്കുന്നു. പ്രത്യേക മിലനം നടത്തുന്നു.
ഇതെന്റെ മടക്കയാത്രയാണ്. തനിച്ചല്ല, ബാബയോടൊപ്പം പോകണം. ദീർഘകാലം പുരുഷാർത്ഥികളായവർ ബാബയുടെ അടുത്ത മണിയാകും. ബാബ പറയുന്നു, സൂക്ഷ്മമായ ചിന്തകളിൽ പോലും അസ്വസ്ഥത ഉണ്ടാകരുത്. ദീർഘകാലമായി ദൃഢതയുള്ളവരും ശുദ്ധമായ ചിന്തകളുള്ളവരുമായിരിക്കണം. ബാബ സൂചന നൽകുന്നു, വളരെ കാലത്തെ തീവ്ര പുരുഷാർത്ഥം ഒടുവിൽ ബഹുമാനത്തോടെ പാസ്സാകും. അവസാനത്തെ മണിയോടുപോലും ബാബയ്ക്ക് സ്നേഹമുണ്ട്. കാരണം ഹൃദയത്തിൽ നിന്നും എൻ്റെ ബാബ എന്ന് പറഞ്ഞു. മനസ്സിനെ ബിസിയാക്കി വെക്കാൻ സെക്കൻഡിൽ ഫുൾ സ്റ്റോപ്പ് ചെയ്യുന്ന ബിന്ദു വിടുന്നു. എല്ലാവരെയും ബിന്ദുവായി കാണുന്നു. മനസ്സാ സേവനത്തിൽ ശ്രദ്ധ വയ്ക്കുന്നു. മനസ്സുകൊണ്ട് വിശേഷാത്മാക്കൾക്ക് അഞ്ജലി നൽകുന്ന സേവനവും ചെയ്തുകൊണ്ടിരിക്കുന്നു. മനസ്സുകൊണ്ട് ശക്തികൾ നൽകുന്നു. മുഖത്ത് നിന്ന് വാണിയുടെ സേവനം, കർമ്മത്തിലൂടെ ഗുണങ്ങളുടെ സേവനം, സംബന്ധ സമ്പർക്കത്തിൽ സന്തോഷം നൽകുന്ന സേവനം. ഈ വ്യത്യസ്ത സേവനങ്ങളിൽ മനസ്സിനെ ബിസിയാക്കി വെക്കുന്നു. ഓരോ ഖജനാവ് കൊണ്ടും സേവനം ചെയ്യുന്നു. ദുഃഖിതരായ ആത്മാക്കൾക്കും ഭക്തർക്കും മനസ്സാ കിരണങ്ങൾ നൽകുന്ന സേവനം ശ്രദ്ധയോടെ മുഴുവൻ ദിവസവും ചെയ്യുന്നു. ബാബ പറയുന്നു, ദയാലു രൂപം ധരിക്കൂ. മനസ്സിൽ വ്യർത്ഥ ചിന്തകൾക്ക് പകരം ദുഃഖിതരായ ആത്മാക്കൾക്ക് സഹയോഗിയാകൂ. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. ബുദ്ധിയാകുന്ന പാദങ്ങൾ മര്യാദയുടെ വരക്കുള്ളിൽ വെച്ചുകൊണ്ട് എല്ലാ പ്രാപ്തികളും നിറഞ്ഞ ശക്തിശാലിയാകുന്നു. അവർ ലക്കിയും ലവ്ലിയുമാകുന്നു. അവർക്ക് ഒരിക്കലും വിഘ്നങ്ങളോ കൊടുങ്കാറ്റുകളോ വരാൻ സാധിക്കില്ല. അതിനാൽ യാചിക്കുന്നവരാകരുത്. എല്ലാ പ്രാപ്തികളും നിറഞ്ഞ ശക്തിശാലിയാകൂ. എപ്പോഴും അനാസക്തരും ബാബയ്ക്ക് പ്രിയപ്പെട്ടവരുമായിരിക്കുന്നവർ സുരക്ഷിതരായിരിക്കും. ഓം ശാന്തി.